പത്തനംതിട്ട തിരുവല്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർക്ക് വായ്പാ തിരിച്ചടവിന് സമ്മർദ്ദം. ഫോണിൽ വിളിച്ച് വായ്പ തിരിച്ചടയ്ക്കണമെന്ന് സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ ആവശ്യപ്പെടുന്നതായാണ് പരാതി. വായ്പാ പണം തിരിച്ചടച്ചില്ലെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് എത്തുമെന്നാണ് അറിയിപ്പ്. വായ്പാ തിരിച്ചടവിന് സാവകാശം വേണമെന്ന് പ്രളയബാധിതർ ആവശ്യപ്പെട്ടു. എല്ലാം പെൻഡിങ് കിടക്കുക. ഇപ്പം പിന്നെ ലോണുകാർ നമ്മളെ വിളിക്കുന്നുണ്ട്, അടയ്ക്കണം, എങ്ങനെയെങ്കിലും നോക്കണം, അഡ്ജസ്റ്റ് ചെയ്ത് അടയ്ക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഫോൺ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അപ്പോഴെല്ലാം പറയുന്നുണ്ട്, അവർ പിന്നെയും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതുവരെ ഇങ്ങോട്ട് നേരിട്ട് വന്നിട്ടില്ല, ഫോണിൽ കൂടെ ഉള്ള സംസാരം മാത്രമേ ഉള്ളൂ. ഇവിടെ വന്നൊന്നുമില്ല. അവരെ കൊണ്ട് ഫോണിൽ കൂടെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അടച്ചില്ലെങ്കിൽ വരുമെന്ന് പറഞ്ഞു. പക്ഷെ ഒരു സാവകാശം തന്നാൽ മതി. അപ്പോൾ സാവകാശം മതി, നമുക്ക് ഞങ്ങൾ അടയ്ക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ 2 ഡേറ്റ് തെറ്റിയാൽ ഒരു ദിവസം നമ്മൾ കറക്റ്റ് ഡേറ്റ് അടയ്ക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു അവസ്ഥയാണ് അടയ്ക്കാൻ ഒരു കുഴപ്പമേ ഉള്ളൂ. സാവകാശം മതി. അവർ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അവർ ഞങ്ങളുടെ പൈസ വാങ്ങിച്ചിട്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. അത് നമുക്കൊരു ബുദ്ധിമുട്ട്, പേടിയാണ്. എത്രയും അടച്ചിലേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ഇതുപോലെ ഇവിടെ വരും, വന്ന് വാങ്ങിക്കുമെന്ന് പറഞ്ഞു. അവർക്ക് ഒന്നും അറിയണ്ട, വെള്ളം പൊങ്ങിയതൊന്നും അവർക്ക് അറിയേണ്ട കാര്യമൊന്നും അവർക്കറിയണ്ട. എത്രയും വേഗത്തിൽ നിങ്ങൾ പൈസ എടുത്ത് അടയ്ക്കണമെന്ന് അവർ പറയുന്നു. പ്രവീൺ പുരുഷോത്തമനാണ് ചേരുന്നത്. പ്രവീൺ, ഇതെന്തൊരു കഷ്ടമാണ്. അവർ എല്ലാം നഷ്ടപ്പെട്ട ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് കഴിയുന്നത്. അവിടെയാണ് ഈ ഫോൺ വിളിച്ച് ഭീഷണി. അവരുടെ സാഹചര്യം മനസ്സിലാക്കേണ്ടതല്ലേ? നമുക്കറിയാം, നേരത്തെയും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായപ്പോൾ അധികാരികൾ ഇടപെട്ടതാണ്. ഇതിനും ഒരു പരിഹാരം ഉണ്ടായേ മതിയാകൂ. ദുരവസ്ഥയിൽ കഴിയുന്നവരെ വീണ്ടും വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് ലോൺ അടയ്ക്കാൻ. ഏതൊക്കെ സ്വകാര്യ സ്ഥാപനങ്ങളാണ് ഇതിന് പിന്നിൽ? അതേ വിനീത, മനസാക്ഷിയില്ലാത്ത ഒരു കാര്യം തന്നെയാണ്. കാരണം തിരുവല്ലയിലെ MGM സ്കൂളിലെ പ്രളയ ദുരിതാശ്വാസ ക്യാമ്പിൽ 300ഓളം പേരാണ് കഴിയുന്നത്. അത് 2 പഞ്ചായത്തിലുള്ളവരും തിരുവല്ല നഗരസഭാ പരിധിയിൽ ഈ പ്രളയബാധിതരായിട്ടുള്ള ആളുകളാണ്. 300ഓളം പേരാണ് ആ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നത്. അതിൽ ചില ആളുകൾക്കൊക്കെയാണ് ഇത്തരത്തിൽ വായ്പകൾ ഉള്ളത്. ഇപ്പോൾ വായ്പാ തിരിച്ചടവിൻ്റെയൊക്കെ സമയമാണ്. നമുക്കറിയാം, ഒരാഴ്ചയോളമായി ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിൽ ഇവർ കഴിയുകയാണ്. പലർക്കും ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. ഇപ്പോൾ നമ്മളോട് സംസാരിച്ച അമ്മമാരിൽ പലരും, സ്ത്രീകളിൽ പലരും ജോലിക്കൊക്കെ പോകുന്നവരാണ്. പക്ഷേ ഒരാഴ്ചയായി അവർ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നു. അവർക്ക് പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ല. അന്നന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് അവർ വീട് പുലർത്തുന്നവരാണ്. പരിസര പ്രദേശങ്ങളെല്ലാം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. തങ്ങൾ സ്ഥിരം ചെയ്യുന്ന ജോലി ചെയ്യുന്ന ഇടങ്ങളിലേക്കൊന്നും അവർക്ക് പോകാൻ കഴിയുന്നില്ല. അപ്പോൾ വരുമാനം നിലച്ചിരിക്കുന്ന ഒരവസ്ഥ. അതിനിടയിലാണ് ഇപ്പോൾ സ്വകാര്യ വായ്പാ സ്ഥാപനങ്ങൾ അവരെ സ്ഥിരം ഫോണിൽ വിളിക്കുന്നത്. അടവ് എത്രയും വേഗം അടയ്ക്കണം, അത് ഗഡു അടച്ചില്ലെങ്കിൽ തങ്ങൾ നേരിട്ട് ക്യാമ്പിലേക്ക് എത്തും എന്ന് അവർ അറിയിച്ചു എന്നാണ് ഇപ്പോൾ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർ പറയുന്നത്. ഇപ്പോൾ ഫോണിൽ കൂടിയാണ് ഈ ഒരു ഭീഷണി ഉള്ളത്. ഇനി അടച്ചില്ലെങ്കിൽ അവർ നേരിട്ട് വരും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ ക്യാമ്പിൽ കഴിയുന്നവർ പറയുന്നത്, സർക്കാരിനോട് അവർ അഭ്യർത്ഥിക്കുന്നത് തങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഒരു ഇളവ് വേണം. തങ്ങൾ വായ്പ അടയ്ക്കാൻ തയ്യാറാണ്. ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നൊക്കെ പോയി തങ്ങൾ വീടുകളിലൊക്കെ താമസമാക്കി ജോലിക്കൊക്കെ പോയി തുടങ്ങുമ്പോൾ തങ്ങൾ എത്ര തുകയാണോ ഇങ്ങനെയുള്ള സ്വകാര്യ വായ്പാ സ്ഥാപനങ്ങൾക്ക് അടയ്ക്കാനുള്ളത്, അവർക്ക് ആ കൃത്യമായും പലിശ സഹിതം തങ്ങൾ അടയ്ക്കും. പക്ഷേ ഇപ്പോൾ ഒരു സാവകാശം വേണം എന്നാണ് ഈ സ്ത്രീകൾ ഇപ്പോൾ പറയുന്നത്. വിനീത. ശരി, പ്രവീൺ പുരുഷോത്തമൻ വിശദാംശങ്ങൾ നൽകുകയായി.